മാതാപിതാക്കളുടെ ഏകമകൻ കൊച്ചിയിൽ സിനിമ പഠിക്കാൻ പോയി തിരിച്ച് നാട്ടിലെത്തിയത് തികച്ചും മറ്റൊരാളായി. ഒറ്റമുറിയിൽ ഒതുങ്ങിയ ജീവിതം. ഒടുവിൽ സ്വന്തം അച്ഛന്റെ കഴുത്ത് വെട്ടി കൊലപ്പെടുത്തി. പിന്നിൽ ബ്ലാക്ക് മാജിക് ആണോ എന്ന് സംശയം. ആഭിചാരം, ചാത്തൻ സേവ, കേരളം ആദ്യമായി കേൾക്കുന്ന കഥകളല്ല ഇതൊന്നും. ഇലന്തൂരിലെ നരബലിയും നന്ദൻകോട്ടെ ആസ്ട്രൽ പ്രൊജക്ഷനും അടക്കം അന്ധവിശ്വാസങ്ങളുടെയും ബ്ലാക്ക് മാജിക്കിന്റെയും ആഭിചാരക്രിയകളുടെയും മരവിപ്പിക്കുന്ന കൊലപാതക കഥകൾക്ക് പുതുമയില്ലാതെയായിരിക്കുന്നു. തിരുവനന്തപുരം വെള്ളറടയിൽ നിന്ന് പുറത്തുവന്ന നടുക്കുന്ന വാർത്തയ്ക്ക് പിന്നാലെ ഒരിക്കൽ കൂടി ദുർമന്ത്രവാദവും ആഭിചാരക്രിയകളും ചർച്ചയാവുകയാണ്. സ്വാഗതം ജനറൽ ഡയറിയിലേക്ക്. ഫെബ്രുവരി 5 രാത്രിയാണ് കിളിരൂർ ചാരുവിള ബംഗ്ലാവിൽ 70കാരനായ ജോസിനെ മകൻ പ്രജിൻ ജോസ് അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. സോഫയിൽ കിടക്കുകയായിരുന്ന ജോസിന്റെ കഴുത്തിലാണ് മകന്റെ ആദ്യത്തെ വെട്ട് വീഴുന്നത്. പ്രാണവേദനയിൽ പിഴഞ്ഞെഴുന്നേറ്റ അച്ഛൻ അടുക്കളയിലേക്ക് ഓടി. പിന്നിലെ വാതിൽ തുറന്ന് രക്ഷപ്പെടാനുള്ള വെമ്പലിലായിരുന്നു അയാൾ. ചോരയിട്ട് വീഴുന്ന വെട്ട് കത്തിയുമായി പ്രജിൻ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. ജോസിന്റെ തലയിലും ആഞ്ഞു വെട്ടി. മരണം കാത്ത് തറയിൽ വീണ പിതാവിന്റെ അവസാന ജീവന്റെ തുടിപ്പും അവസാനിച്ചെന്നുറപ്പാക്കാൻ ഒരിക്കൽ കൂടി കഴുത്തെറുത്തു. ജോസിന്റെ ശരീരത്തിൽ ആകെ 28 തവണ വെട്ടേറ്റെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇതിൽ മരണകാരണമായത് ആഴത്തിലുള്ള 3 മുറിവുകളും. പിതാവിനെ കൊലപ്പെടുത്തി കയ്യിലെ ചോരക്കറ ഉണങ്ങുന്നതിന് മുൻപ് തന്നെ കാർ ഓടിച്ച് പ്രജിൻ പോയത് വെള്ളറട പോലീസ് സ്റ്റേഷനിലേക്കാണ്. എന്തിനാണ് കൊന്നതെന്ന് ചോദിച്ച പോലീസുകാരോട് തന്നെ സ്വതന്ത്രമായി ജീവിക്കാൻ അച്ഛൻ സമ്മതിക്കുന്നില്ല എന്ന് പ്രജിൻ പറഞ്ഞു. കൊലപാതക കേസിൽ നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടന്നു. കേവലം ഒരു കുടുംബ വഴക്കിന്റെ നിഴലിൽ നിന്ന കൊലപാതക കേസിന്റെ ഗതി മാറിയത് പ്രജിന്റെ മുറി തുറന്നതിന് പിന്നാലെയാണ്. 7 വർഷത്തിലേറെ കാലം പുറം ലോകവുമായി ബന്ധമില്ലാതെ പ്രജിൻ ചെലവഴിച്ച ചാരുവിള ബംഗ്ലാവിലെ 1-ാം നിലയിലെ മുറി. ജോസിന്റെയും സുഷമ കുമാരിയുടെയും 3ാമത്തെ മകനാണ് പ്രജിൻ. ഈ ദമ്പതികളുടെ മൂത്ത മകൻ 8 വയസ്സുള്ളപ്പോൾ അസുഖം ബാധിച്ച് മരിച്ചു. 2ാമത്തെ മകൾ വിവാഹിതയായി ഭർത്തൃ വീട്ടിലാണ് താമസം. മൂത്ത മകന്റെ മരണത്തിന് ശേഷം ജനിച്ച പ്രജിനെ ഓമനിച്ചും ലാളിച്ചും മാതാപിതാക്കൾ വളർത്തി. ഒറ്റമകനായതിനാൽ വളരെയധികം സ്നേഹമായിരുന്നു അവർക്ക് അവനോട്. അമിതമായി ലാളിച്ച് വളർത്തുന്ന മക്കൾക്കുണ്ടാകുന്ന ചെറിയ വാശിയൊക്കെ ചെറുപ്പം തൊട്ടേ പ്രജിനുണ്ടായിരുന്നു. നിസ്സാര കാര്യങ്ങൾക്ക് വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടും. വളരെ പെട്ടെന്ന് തന്നെ ശാന്തനാവുകയും ചെയ്യും. വീടിനകത്തും പുറത്തും അധികം ആരോടും സംസാരിക്കാത്ത സ്വഭാവക്കാരൻ. 2014 MBBS പഠിക്കാൻ ചൈനയിലെ വുഹാനിലേക്ക് പറന്നു. കൊച്ചിയിലെ ഒരു ഏജൻസി വഴിയാണ് പ്രജിന്റെ അഡ്മിഷൻ തരപ്പെടുത്തിയത്. കോവിഡ് വന്നതോടെ പ്രജിൻ നാട്ടിലേക്ക് മടങ്ങി. ഫൈനൽ ഇയർ എക്സാമിന് അടയ്ക്കാനിരുന്ന ഫീസ് ഏജൻസി വഴി അടച്ചെങ്കിലും അത് കോളേജിന് ലഭിച്ചില്ലെന്ന കാരണത്താൽ പ്രജിന് പരീക്ഷ എഴുതാനായില്ല. ഏജൻസി ഈ പണം കോളേജിൽ അടച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി DGPയും SP അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്ക് പ്രജിൻ പരാതിയും നൽകിയിരുന്നു. മെഡിക്കൽ പഠനം പൂർത്തിയാക്കാനാകാതെ നാട്ടിലെത്തിയ പ്രജിൻ സിനിമ പഠിക്കണമെന്ന മോഹം മാതാപിതാക്കളോട് പങ്കുവയ്ക്കുന്നു. ഏതൊരു മാതാപിതാക്കളെയും പോലെ മകന്റെ ഭാവിയിൽ ആശങ്കയുണ്ടായിരുന്നെങ്കിലും അവന്റെ ഒരാഗ്രഹത്തിനും എതിര് നിൽക്കാത്ത അച്ഛനും അമ്മയും സമ്മതം മൂളി. വീട്ടിൽ നിന്ന് 1.5 ലക്ഷത്തോളം രൂപ വാങ്ങി കൊച്ചിയിലെ നിയോ ഫിലിം ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് സ്കൂളിൽ അഭിനയം പഠിക്കാനായി പ്രജിൻ പോയി. ദീർഘകാലം ഇസ്രായേലിൽ നഴ്സായിരുന്ന സുഷമ കൊച്ചിയിൽ നിന്ന് മടങ്ങിയെത്തിയ മകന്റെ മാറ്റങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങിയിരുന്നു. അന്നു മുതൽ നീണ്ട 6 വർഷത്തിലേറെ കാലം മകനെ പേടിച്ച് ആ വീട്ടിൽ ജീവിതം തള്ളി നീക്കുകയായിരുന്നു സുഷമയും ജോസും. വീട്ടിലെ മുകൾ നിലയിലെ മുറിയായിരുന്നു പ്രജിന്റെ ലോകം. ഇവിടേക്ക് മാതാപിതാക്കൾക്കോ മറ്റാർക്കുമോ പ്രവേശനമില്ല. പുറത്തു പോകുന്നത് രാത്രി 12 മണിക്ക് ശേഷമാണ്. മടങ്ങിയെത്തുമ്പോൾ പുലർച്ചെയാകും. രാത്രി പുറത്തു പോകുന്നത് ചോദ്യം ചെയ്തതിന് തങ്ങളുടെ നേരെ കടിച്ചു കീറിക്കൊണ്ടുവരുന്ന മകനെ കണ്ടാണ് ആ മാതാപിതാക്കൾക്ക് ആദ്യത്തെ ഭയപ്പാടുണ്ടാകുന്നത്. ദേഷ്യം പിന്നീട് ക്രൂരമായ മർദ്ദനത്തിലേക്ക് നീങ്ങിയതോടെ മകനെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യം അവർക്കില്ലാതായി. രാത്രികാലങ്ങളിൽ അച്ഛനെയും അമ്മയെയും പുറത്താക്കി വാതിലടയ്ക്കും. അച്ഛനാണെന്ന് പോലും നോക്കാതെ ജോസിനെ അതിക്രൂരമായി പ്രജിൻ മർദ്ദിക്കും. കഴുത്തിന് കുത്തിപ്പിടിച്ച് ചുമരിൽ ഉയർത്തി നിർത്തും. മകൻ എന്താണ് സംഭവിക്കുന്നതെന്നോ അവൻ ആ മുറിയിൽ എന്താണ് ചെയ്യുന്നതെന്നോ മാതാപിതാക്കൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. പ്രജിൻ കീഴടങ്ങിയതിന് പിന്നാലെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ പോലീസ് ഇയാളുടെ മുറി തുറന്നപ്പോൾ കണ്ട കാഴ്ച അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു. വിചിത്രമായ കുറിപ്പുകളും കളിമണ്ണുകൊണ്ടുണ്ടാക്കിയ പ്രതിമകളും അങ്ങിങ്ങായി സ്ഥാപിച്ചിരുന്നു. ഈ കളിമൺ പ്രതിമകൾക്ക് തലയുണ്ടായിരുന്നില്ല. വീട്ടുകാരുടെ ഹാർഡ്വെയർ കടയിൽ നിന്ന് കിട്ടിയ വസ്തുക്കൾ ഉപയോഗിച്ച് വിവിധ തരം ടൂൾസുകളും ഇയാൾ നിർമ്മിച്ച് റൂമിൽ സൂക്ഷിച്ചിരുന്നു. ബാത്റൂം തുറന്നപ്പോൾ കണ്ടത് മൂലയ്ക്ക് കൂട്ടിയിട്ടിരിക്കുന്ന തലമുടിയാണ്. ഒരു ബാർബർ ഷോപ്പിൽ ഉണ്ടാകുന്നതിനേക്കാൾ അധികം മുടി ഇവിടെ ഉണ്ടായിരുന്നു. ഇതേക്കുറിച്ച് ബന്ധുക്കളോട് നടത്തിയ അന്വേഷണത്തിൽ ജോസ് കൊലക്കേസ് എത്തിച്ചേരുന്നത് അടിമുടി ദുരൂഹതയിലേക്കാണ്. സന്ധ്യയ്ക്ക് TVയിൽ പ്രാർത്ഥന കേൾക്കുമായിരുന്ന സുഷമ അതേസമയം തന്നെ മകന്റെ മുറിയിൽ നിന്നുയർന്ന ചില വിചിത്ര ശബ്ദങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങിയത് കുറച്ച് നാളുകൾക്ക് ശേഷമാണ്. താഴെ പ്രാർത്ഥന നടക്കുന്ന സമയം മുകളിൽ നിന്ന് ഓം എന്നൊരു ശബ്ദമുയരും.
ഒരു വൈബ്രേഷൻ പോലെയാണ് ആ ശബ്ദം വീടിനുള്ളിൽ കേട്ടിരുന്നത്. പ്രജിൻ കറുത്ത വസ്ത്രങ്ങൾ ധരിച്ച് അട്ടഹസിച്ചുകൊണ്ട് റൂമിൽ എന്തൊക്കെയോ ചെയ്യും. നൃത്ത ചുവടുകൾ വയ്ക്കും. മാതാപിതാക്കൾ എന്തെങ്കിലും ചോദിച്ചാൽ അവരുടെ മുഖത്തേക്ക് തുപ്പുന്നതും പ്രജിന്റെ പതിവായിരുന്നു. സാത്താൻ സേവയുമായി ബന്ധപ്പെട്ട ചില പാട്ടുകളും ഇയാൾ ഉച്ചത്തിൽ വെച്ചിരുന്നു. മുറിയിലേക്ക് കടക്കാൻ അനുവാദമില്ലാത്തതിനാൽ ആരും ആ സാഹസത്തിന് മുതിർന്നിരുന്നില്ല. ഒന്നും ചോദിച്ചതുമില്ല. പള്ളിയിൽ പോകാൻ വിളിക്കുമായിരുന്നെങ്കിലും ഒരിക്കൽ പോലും പ്രജിൻ അതിന് കൂട്ടാക്കിയതുമില്ല. ജോസ് കൊല്ലപ്പെടുന്നതിന് ഒരാഴ്ച മുൻപ് പ്രജിൻ കുടുംബസമേതം ഒരു കല്യാണത്തിന് പോയിരുന്നു. കല്യാണ വീട്ടിൽ വെച്ചാരോ പ്രജിന്റെ ഡ്രസ്സിനെ കളിയാക്കി. ഉടൻ തന്നെ വീട്ടുകാരെയും വിളിച്ച് കാറിൽ കയറ്റി പ്രജിൻ മടങ്ങി. തിരിച്ചു പോകും വഴി ഓവർ സ്പീഡിൽ വണ്ടി ഓടിച്ച അനുജനെ ചേച്ചി ശാസിക്കുന്നുണ്ട്. എന്നാൽ തിരിച്ച് അവൻ പറഞ്ഞ മറുപടിയിൽ അവൾ നടുങ്ങിപ്പോയി. അച്ഛനും അമ്മയ്ക്കും ഒപ്പം നിന്നെയും സ്വർഗത്തിലേക്ക് അയക്കുമെന്നായിരുന്നു പ്രജിന്റെ ഭീഷണി. അച്ഛനും അമ്മയ്ക്കും നേരെ നിരന്തരം വധഭീഷണി മുഴക്കുന്നത് പ്രജിന് പതിവായിരുന്നു. മകന്റെ എടുത്തുചാട്ടവും മുൻചുണ്ടിയും കാരണമെന്ന് വിചാരിച്ച് മാതാപിതാക്കൾ അത് ക്ഷമിച്ചു പോന്നിരുന്നു. മകന്റെ ഭാവി ഓർത്ത് ഒന്നും പുറത്തു പറഞ്ഞതുമില്ല അവർ. ഇടയ്ക്ക് ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്കും കൊണ്ടുപോയിരുന്നു പ്രജിനെ. എന്നാൽ മാറ്റമൊന്നും ഉണ്ടായില്ല. ആ ക്ഷമയുടെ അവസാനം പ്രജിൻ സ്വന്തം പിതാവിന്റെ ജീവനെടുത്തു. പ്രത്യേകിച്ച് വഴക്കോ പ്രകോപനമോ ഒന്നും തന്നെ ആ ദിവസം ഉണ്ടായിട്ടില്ലെന്ന് സുഷമ പറയുന്നുണ്ട്. കരുതി കൂട്ടിയതുപോലെയാണ് പ്രജിൻ എത്തിയത്. അത്താഴം കഴിച്ച് സോഫയിൽ വിശ്രമിക്കുകയായിരുന്ന ജോസിന്റെ കഴുത്തിൽ വെട്ടുകത്തികൊണ്ട് ആഞ്ഞു വെട്ടി. അലർച്ച കേട്ട് ഓടിയെത്തിയ സുഷമ കാണുന്നത് ജോസിന്റെ കഴുത്തറുക്കുന്ന പ്രജിനെയാണ്. മരണഭയം ഉണ്ടായിരുന്നെങ്കിലും മകന്റെ അടുത്തേക്ക് ഓടിയെത്തി തടയാൻ ശ്രമിക്കുന്നുണ്ട് ആ അമ്മ. അന്നേരത്തെ പ്രജിനെ നേരിടാൻ മാത്രം കെൽപ്പുണ്ടായിരുന്നില്ല ആ സ്ത്രീക്ക്. റോഡിലേക്ക് ഓടിയിറങ്ങി കണ്ണിൽ കണ്ട ഒരു ബൈക്കിന് സുഷമ കൈ കാണിക്കുന്നു. എന്റെ ചേട്ടനെ മോനിപ്പോൾ കൊല്ലുമെന്ന് അവർ ബൈക്കിലുണ്ടായിരുന്ന 2 പയ്യന്മാരോട് പറയുന്നു. ഇൻസുലിൻ വാങ്ങാൻ പുറത്തേക്കിറങ്ങിയ ജോസിന്റെ സഹോദരൻ ജയന്റെ അടുത്തേക്കാണ് പിന്നീട് ഈ പയ്യന്മാർ എത്തുന്നത്. അവർ പേടിച്ച് ജയനോട് വിവരങ്ങൾ പറഞ്ഞു. ഉടൻ തന്നെ ജോസിന്റെ ഫോണിലേക്ക് വിളിച്ചെങ്കിലും ആരും എടുത്തില്ല. പിന്നെ സുഷമയുടെ ഫോണിലേക്ക് വിളിച്ചു. എടുത്തത് പ്രജിനും. അങ്കിളെ, ഞാൻ എന്റെ അപ്പനെ കൊന്നു, എന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. ഇത്രയും പറഞ്ഞ് ആ കോൾ കട്ടായി. ജയൻ നേരെ ചാരുവിള ബംഗ്ലാവിലേക്ക് വെച്ചു പിടിപ്പിക്കുന്നുണ്ടെങ്കിലും ആ സമയം കൊണ്ട് പ്രജിൻ സുഷമയെ തള്ളി വീഴ്ത്തി. പിന്നിലെ വാതിൽ വഴി കാർ എടുത്ത് പോയിരുന്നു ആ സമയം കൊണ്ട് പ്രജിൻ. പിന്നീട് വെള്ളറട പോലീസ് സ്റ്റേഷനിലെത്തി ഇതേ കാര്യം ആവർത്തിച്ച് പറഞ്ഞ് പ്രജിൻ കീഴടങ്ങി. കുട്ടിക്കാലം തൊട്ടേ നിയന്ത്രിച്ചാണ് അപ്പൻ വളർത്തിയത്. എന്നെ സ്വതന്ത്രമായി ജീവിക്കാൻ അനുവദിച്ചില്ല. അച്ഛനെ കൊലപ്പെടുത്തും മുൻപ് പ്രജിൻ തന്റെ ശരീരത്തിലെ രോമവും തലമുടിയും സ്വയം നീക്കം ചെയ്തിരുന്നു. കൂടാതെ മേശപ്പുറത്ത് കറുപ്പ് നിറത്തിലുള്ള വിചിത്രങ്ങളായ പ്രതിമകളും പ്രത്യേകതരം ആയുധങ്ങളും സൂക്ഷിച്ചിരുന്നു. ചില കുറിപ്പുകളും ഇയാളുടെ മുറിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. അതിലൊന്ന് ഐ ആം എ സൂപ്പർ സൈക്കോ എന്ന വാചകം എഴുതിയ ഒരു മഞ്ഞ കടലാസായിരുന്നു. കളിമണ്ണുകൊണ്ട് പ്രതിമയുണ്ടാക്കി അതിന്റെ തല ഛേദിക്കുന്നത് പ്രജിന്റെ ഒരു സ്വഭാവമായിരുന്നുവെന്നും ബന്ധുക്കൾ പോലീസിനോട് പറഞ്ഞു. കൊലപാതകത്തിന് മുൻപ് പ്രജിൻ തന്റെ ഐഫോൺ അടക്കമുള്ള ഫോണുകൾ ഫോർമാറ്റ് ചെയ്തിരുന്നു. ഫോണും കമ്പ്യൂട്ടറും പരിശോധിച്ചാൽ പുറം ലോകം അറിയാത്ത പലതും അറിയാൻ കഴിയുമെന്ന് ബന്ധുക്കൾ പോലീസിനോട് പറയുന്നുണ്ട്. ജോസിന്റെ കൊലപാതകത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ആ ആഡംബര വീട്ടിലൊരു മോഷണ ശ്രമം നടക്കുന്നുണ്ട്. ചില കുറിപ്പുകളും വീട്ടിൽ നിന്ന് കിട്ടിയിരുന്നു. ഇതിന് പിന്നിലും പ്രജിനാണെന്ന് സംശയിച്ച് വീട്ടുകാർ ഈ കേസിന് പിന്നാലെ അധികം പോയില്ല. പ്രജിന്റെ മുറിയുടെ ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് ഒരു ഏണി വെച്ചിരുന്നു. അർദ്ധരാത്രി പുറത്തു പോകുന്നതും പുലർച്ചെ തിരിച്ചു വരുന്നതുമൊന്നും മകനെ ഭയന്ന് മാതാപിതാക്കൾ ചോദ്യം ചെയ്തിരുന്നില്ല. പിന്നെ എന്തിനാണ് പ്രജിൻ ഏണി അവിടെ വെച്ചിരുന്നത്? ഒരു കറുത്ത വസ്ത്രധാരി പ്രജിന്റെ മുറിയിലേക്ക് വരുന്നുണ്ടായിരുന്നു എന്ന സംശയം അപ്പോഴാണ് സുഷമ പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ പ്രജിൻ ആ മുറിയിൽ ഒറ്റയ്ക്കായിരുന്നില്ലേ? കറുത്ത വസ്ത്രധാരി വെറും സംശയം മാത്രമാണോ? ശുചിമുറിയിൽ കൂട്ടിയിട്ട ആ മുടിക്കെട്ട് എങ്ങനെ അവിടെ വന്നു? 7 വർഷത്തോളം മകനെ ഭയന്ന് കഴിഞ്ഞ സുഷമയുടെ കാതിൽ ഇപ്പോഴും അച്ഛനെയും അമ്മയും സ്വർഗത്തിലെത്തിക്കുമെന്ന മകന്റെ ശബ്ദം നിർത്താതെ മുഴങ്ങുന്നുണ്ട്. അവൻ പുറത്തു വന്നാൽ താനോ മോളോ ആയിരിക്കും മരിക്കുക എന്ന പേടിയും അവർ പോലീസിനോട് പങ്കുവയ്ക്കുന്നുണ്ട്. 5 പേരുടെ ജീവൻ എടുക്കുകയായിരുന്നു പ്രജിന്റെ ലക്ഷ്യമെന്ന റിപ്പോർട്ടുകളും അടുത്തിടെ പുറത്തു വന്നിരുന്നു. അച്ഛൻ, അമ്മ, സഹോദരി, സഹോദരിയുടെ ഭർത്താവ്, ഒരു അയൽവാസി, ആരുടെയൊക്കെയോ നിർദ്ദേശങ്ങൾക്കൊത്ത് ചലിക്കുന്നത് പോലെയായിരുന്നു പ്രജിൻ. ഇയാൾ ഫോണിലെയും കമ്പ്യൂട്ടറിലെയും വിവരങ്ങൾ ഇല്ലാതാക്കിയതും കൂട്ടാളികളെ പിടികൂടാതിരിക്കാനാണെന്ന സംശയവും പോലീസിനുണ്ട്. അങ്ങനെയെങ്കിൽ ആരാണ് പ്രജിന് പിന്നിൽ? ആ 1-ാം നിലയിലെ മുറിയിൽ 7 വർഷത്തോളം എന്താണ് സംഭവിച്ചത്? ദുരൂഹതകൾ ചുഴലഴിയാൻ അന്വേഷണം ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. പ്രജിന്റെ ഫോണിലും കമ്പ്യൂട്ടറിലുമുള്ള രഹസ്യങ്ങൾ വെളിച്ചം കാണേണ്ടതുണ്ട്.